ദുരന്തഭൂമിയിൽ ഉള്ളുലയ്ക്കുന്ന അനേകം കാഴ്ചകൾക്ക് സാക്ഷിയാവുകയാണ് കേരളം. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങിയ ഒരു കുടുംബത്തിലെ 3 കുട്ടികളെ 8 മണിക്കൂർ നീണ്ട ദൗത്യത്തിലൂടെ വനംവകുപ്പ് രക്ഷിച്ച കാഴ്ചയും കേരളം കണ്ടിരിക്കുന്നു. ഏറാട്ടുകുണ്ട് കോളനിയിലെ കൃഷ്ണനും മക്കളുമാണ് കോളനിയിൽ 2 ദിവസമായി കുടുങ്ങിയത്. കുട്ടികളെ ഉൾപ്പെടെ കയറിൽ കെട്ടിയാണ് കോളനിക്ക് പുറത്തെത്തിച്ചത്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തിലെ കോളനിയിലേക്ക് 10 മീറ്റർ കയർ കെട്ടിയാണ് ഇറങ്ങിയത്. ഒരു വശത്തേക്ക് മാത്രം 4 മണിക്കൂറിലേറെ സമയമെടുത്തായിരുന്നു ദൗത്യം നടത്തിയത്. കോളനിയിലെത്തിയപ്പോൾ 3 പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 4 പേർ കുടുങ്ങിയിരിക്കുന്നതാണ് കണ്ടത്. ആദിവാസി കോളനിയിൽ ചിലർ പെട്ടിട്ടുണ്ടെന്ന സൂചനയെ തുടർന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറാട്ടുകുണ്ട് കോളനിയിലേക്ക് നീങ്ങിയത്. 2 ദിവസം കനത്ത മഴയിൽ മൺതിട്ടയിൽ താമസിച്ചിരുന്ന കുടുംബം ഭക്ഷണം ഇല്ലാതായതോടെ കാട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. കൃഷ്ണന്റെ ഭാര്യ ശാന്തയും ഒരു മകനും കാട്ടിലൂടെ നടക്കുമ്പോഴാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കാണുന്നത്. ഇവരിൽ നിന്നാണ് ഭർത്താവ് കൃഷ്ണനും മറ്റു 3 കുട്ടികളും കോളനിയിൽ ഒറ്റപ്പെട്ട വിവരം അറിയുന്നത്. അതിസാഹസികമായ യാത്രയായിരുന്നു ഇത്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടിവാരത്തിന്റെ കോളനിയിലേക്ക് എത്താൻ തന്നെ ബുദ്ധിമുട്ട് ഏറെയായിരുന്നു. 10 മീറ്റർ കയറുകൾ കെട്ടിയാണ് ഇറങ്ങിയത്. ഒരു വശത്തേക്ക് മാത്രം 4 മണിക്കൂറിലേറെ സമയമെടുത്ത യാത്രയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥൻ പറയുന്നു. അതേസമയം വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 300 കടന്നു. 331 പേർ മരിച്ചുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ രക്ഷാപ്രവർത്തനത്തിന് വേഗം വന്നിട്ടുണ്ട്. യന്ത്രസഹായത്തോടെ ഇന്ന് ഉച്ചവരെ നടത്തിയ പരിശോധനയിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൂരൽമലയിൽ നിന്നും മാത്രം 4 മൃതദേഹങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ തുടരുന്നതിനിടെ പടവെട്ടിക്കുന്നിൽ 4 പേരെ സൈന്യം ജീവനോടെ കണ്ടെത്തിയിരുന്നു. 2 പുരുഷന്മാരെയും 2 സ്ത്രീകളെയുമാണ് കണ്ടെത്തിയത്. ഇതിൽ ഒരു സ്ത്രീയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. എയർലിഫ്റ്റിംഗിലൂടെ ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ചൂരൽമലയിലേതുൾപ്പെടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. 6 സോണുകളാക്കി തിരിച്ചാണ് പരിശോധന നടത്തുന്നത്. ഹിറ്റാച്ചികളും കട്ടിംഗ് മെഷീനുകളും ഉപയോഗിച്ചാണ് തിരച്ചിൽ. തകർന്ന വീടുകളിൽ ആളുണ്ടോ എന്ന് പരിശോധിക്കുന്നുമുണ്ട്. ചാലക്കുടി പുഴയിലും തിരച്ചിൽ തുടരുകയാണ്. പുഴയുടെ 40 കിലോമീറ്റർ പരിധിയിലാണ് തിരച്ചിൽ നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് മലപ്പുറത്ത് പുഴയുടെ ഭാഗമായ ചുങ്കത്തറ കൈപ്പിനിയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ദുരന്തത്തിനിരകളായ 206 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇതുവരെ 331 പേർ മരിച്ചെന്നാണ് അനൌദ്യോഗികമായി പുറത്തുവരുന്ന വിവരം. കാണാതായവരുടെ എണ്ണം കൂടി പരിഗണിക്കുമ്പോൾ മരണസംഖ്യ വളരെയേറെ ഉയർന്നേക്കാമെന്ന ഭയവുമേറുന്നുണ്ട്. ഔദ്യോഗികമായി ഇതുവരെ 199 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 89 പുരുഷന്മാരും 82 സ്ത്രീകളും 28 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഇതിൽ 181 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇനിയും 200-ലധികം പേരെ കണ്ടെത്താനുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. മരിച്ചവരിൽ 133 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 130 ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. നിലവിൽ ബന്ധുക്കൾക്ക് 116 പേരുടെ മൃതദേഹങ്ങളും 87 ശരീരഭാഗങ്ങളും കൈമാറിയെന്നാണ് സർക്കാർ പുറത്തുവിട്ട കണക്ക്. ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത് 56 മൃതദേഹങ്ങളാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ബന്ധുക്കൾക്ക് 21 പേരുടെ മൃതദേഹങ്ങൾ കൈമാറി. ദുരന്തബാധിതരിൽ പലരും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. 264 പേരെയാണ് ദുരന്ത പ്രദേശത്തു നിന്നും ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വയനാടിന് പുറമെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വിവിധ ആശുപത്രികളിലായി 86ഓളം പേർ ചികിത്സയിലുണ്ട്. 176 പേർ ഡിസ്ചാർജായി. വെള്ളാർമല വില്ലേജ് ഓഫീസിനോട് ചേർന്ന ഭാഗങ്ങളിലാകും ഇനി മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഈ മേഖലയിലാണ് മരങ്ങൾ കൂടുതലായി വന്നടിഞ്ഞിരിക്കുന്നത്. വില്ലേജ് ഓഫീസിന്റെ ഒരു ഭാഗത്തു നിന്ന് 30-ലധികം മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.